അപ്പം നമ്മുടെ കൂർക്കയ്ക്ക് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും കൂർക്കയ്ക്ക് ലൂസ് മണ്ണാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂസ് മണ്ണാണ് ഞാൻ ഈ തറ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിൻ്റെ ഒരു ലൂസ് മണ്ണാണ് എപ്പോഴും ആവശ്യം. ഞാൻ പിന്നെ കൂർക്കരെ വീട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രോ ബാഗിൽ വയ്ക്കുന്നതൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഒരു വളം ചെയ്യേണ്ടതൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താരത്തിന് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് നോക്കിയാൽ നല്ല ഇതായിട്ട് കഴിഞ്ഞിട്ടില്ലേ. പിന്നെ കൂർക്ക നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഒരു 4-5 കട പറിച്ചു കഴിഞ്ഞാണെങ്കിൽ നല്ല മണ്ണിന് ഇളക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൂർക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്. വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇത് കൂർക്കനെ കുറിച്ച് എനിക്കിത് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ കൂർക്കര് വളരൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.